നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഇപ്പോൾ ഏറെ കേട്ടുകേൾവിയുള്ള ഇൻവിസലൈനെ കുറിച്ചാണ്. അപ്പോൾ പല ആൾക്കാരും നമ്മുടെ ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കാറുണ്ട്, ഡോക്ടറെ നമ്മൾ ഇൻവിസലൈൻ ഇവിടെ അവൈലബിൾ ആണോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ എന്താണ് ഈ ഇൻവിസലൈൻ? ഇപ്പോൾ ഇൻവിസലൈൻ എന്ന് പറയുന്നത് ആക്ച്വലി അത് നമുക്കതിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം ആ വാക്കിനെ. ഇൻവിസ് അലൈൻ എന്നാണ്. അതായത് ഇൻവിസിബിൾ ആയിട്ടുള്ള അലൈനറുകൾ എന്നാണ് അതിൻ്റെ ഒരു ചുരുക്കപ്പേരാണ് ഇൻവിസ് അലൈൻ. ഇൻവിസിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദൃശ്യം. അലൈൻമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളതിനെ ക്രമപ്പെടുത്തിയെടുക്കുക, അല്ലെങ്കിൽ ഒരു കൃത്യമായിട്ട് അതിനെ നമ്മളൊന്ന് പരുവപ്പെടുത്തിയെടുക്കുക, ക്രമീകരിച്ചെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അദൃശ്യമായ ഒരു ഉപകരണം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പല്ലുകളെ ക്രമീകരിച്ചെടുക്കാൻ സാധിക്കുന്ന ഒരു ഒരു മെത്തേഡിനെയാണ് നമ്മൾ ഇൻവിസ് അലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇൻവിസ് അലൈനും നോർമലി പറയുന്ന ക്ലിയർ അലൈനറുകളും ഒന്നാണോ എന്ന് പലരും ചോദിക്കാറുണ്ട്. അപ്പോൾ ക്ലിയർ അലൈനറുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ഒരു ഗോൾഡ് സ്റ്റാൻഡേർഡായിട്ട് കരുതാവുന്ന ഒരു ബ്രാൻഡാണ് ഈ ഒരു ഇൻവിസ് അലൈൻ എന്ന് പറയുന്നത്. നമുക്കിപ്പോൾ ഒരുപാട് തരത്തിലുള്ള സ്മാർട്ട് ഫോണുകളുണ്ട്. അപ്പോൾ ആൻഡ്രോയിഡ് ഫോണുകളുമുണ്ട്, നമുക്ക് ഐഫോണുകളും ഉണ്ട്. അപ്പോൾ അതിനകത്ത് ആ ഒരു ബ്രാൻഡിങ് എന്ന് പറയുന്നത് പോലെ നമുക്ക് അതിനകത്ത് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളത്, അതിൻ്റെ എല്ലാ ഫീച്ചേഴ്സും നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ഏറ്റവും ബെസ്റ്റായിട്ട് ഇന്ന് വിപണിയിൽ ലഭ്യമായിട്ടുള്ള അലൈനറുകളിലാണ് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒന്നാണ് ഈ ഇൻവിസ് അലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കൺവെൻഷനലായിട്ട് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഇന്ത്യൻ നിർമ്മിതമായിട്ടുള്ള ഒരുപാട് ക്ലിയർ അലൈനേഴ്സ് ഉണ്ട്. അതിൽ തന്നെ ചുരുക്കം ചില ബ്രാൻഡുകൾ വളരെ മികവ് പുലർത്തുന്നവയുണ്ട്. എന്നാൽ ചിലതൊക്കെ തന്നെ ഇപ്പോൾ പലപ്പോഴും നമുക്ക് ഈ ഗുണത്തെക്കാൾ ഏറെ ദോഷം ചെയ്യുന്ന ചില ബ്രാൻഡുകളുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് ഈ ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശമില്ലാതെ ഇത്തരം ബ്രാൻഡുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഗുണത്തെക്കാൾ കൂടുതലായിട്ട് ദോഷമായിരിക്കും ഉണ്ടാവുക. അപ്പോൾ പലപ്പോഴും ചില പരസ്യങ്ങളിലൊക്കെ കാണാറുണ്ട്, ഡോക്ടറിൻ്റെ ഒരു നിർദ്ദേശം ഇല്ലാതെ വേണമെങ്കിൽ നിങ്ങൾക്കൊരു ഓവർ ദ കൗണ്ടറായിട്ട് നമ്മൾ ചിലപ്പോൾ കോസ്മെറ്റിക് ഒക്കെ വാങ്ങി യൂസ് ചെയ്യുന്നത് പോലെ DIY പോലെ ഡു ഇറ്റ് യുവർ സെൽഫ്, സ്വന്തമായിട്ട് നിങ്ങൾക്ക് തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് ഒട്ടിക്കാവുന്ന തരത്തിലുള്ള അലൈനറുകൾ ലഭ്യമാണെന്ന് പല പരസ്യങ്ങളും വരാറുണ്ട്. അപ്പോൾ ഇത് കണ്ടിട്ട് പലരും ഈ ഒരു ചതിക്കുഴികളിൽ വീഴാറുണ്ട്. പിന്നീട് ഇതൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് പല്ലുകൾക്ക് മൊത്തത്തിൽ അതിൻ്റെ ആ ഒരു ക്രമീകരണത്തിന് ബുദ്ധിമുട്ടുണ്ടാകും. മൊത്തത്തിൽ മോണരോഗമൊക്കെ ആയിട്ട് പല്ലുകളാകെ നാശമാകുമ്പോഴായിരിക്കും മറ്റൊരു ഡോക്ടറിൻ്റെ അടുത്തേക്ക് വരാറ്. അങ്ങനെയുള്ള ഒരു കുറേ കേസുകൾ നമ്മൾ കണ്ടിട്ടുമുണ്ട്. പലരും മിക്കവാറും പുറം രാജ്യങ്ങളിലൊക്കെ ഉള്ള ആൾക്കാർ പോലും ചിലപ്പോൾ ഇത്തരത്തിലുള്ള ചില ഒരു ലോ ക്വാളിറ്റി ആയിട്ടുള്ള ഡു ഇറ്റ് യുവർ സെൽഫ് അലൈനേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു തരത്തിലുള്ള ദന്ത ക്രമീകരണ ഉപകരണങ്ങളും ഒരിക്കലും ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശമില്ലാതെ ധരിക്കാൻ പാടുള്ളതല്ല. കാരണം ഇത് കസ്റ്റമൈസ്ഡ് ആയിരിക്കും എന്നുള്ളതാണ്. അതായത് ഓരോരുത്തർക്കും ഇപ്പോൾ എനിക്ക് സ്യൂട്ടബിൾ ആവുന്ന ഒരു ഉപകരണമായിരിക്കണമെന്നില്ല മറ്റൊരാളിന് സ്യൂട്ടബിൾ ആവുക. അപ്പോൾ കൃത്യമായിട്ട് ടൈലർ മെയ്ഡായിട്ട് ആ ഒരാളിന് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് പ്ലാനാണ് ഏറ്റവും പ്രധാനം. ഇപ്പോൾ തന്നെ ഒരുപാട് നമ്മളിപ്പോൾ അലൈനേഴ്സ് കോമൺ ആയിട്ടുണ്ടെങ്കിലും എന്തുകൊണ്ടാണ് ഇൻവിസലൈൻ എത്രയും ടോപ്പായിട്ട് നിൽക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന് ചില അഡ്വാൻറ്റേജസ് ഉണ്ട്. ഇപ്പോൾ ഉള്ള ഈ അലൈനേഴ്സിൽ ഏറ്റവും നല്ല റിസൾട്ട് കിട്ടുന്ന ഒന്നാണ് ഇൻവിസലൈൻ എന്ന് പറയുന്നത്. ഇൻവിസലൈനോടൊപ്പം തന്നെ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി ധരിക്കാനും വളരെ കംഫർട്ടബിൾ ആയിരിക്കും പേഷ്യൻറ്റിന്. നമ്മൾ സാധാരണയുള്ള ഈ ഒരു ബ്രേസസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഇഷ്ടമുള്ള ചില ഭക്ഷണങ്ങളൊക്കെ ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും. ഇപ്പോൾ സാധാരണ നമ്മൾ നോർമലി ഉള്ള കമ്പിയിട്ട് പല്ല് ശരിയാക്കുമ്പോഴത്തേക്കും നമുക്ക് കട്ടിയുള്ള പദാർത്ഥങ്ങൾ, ഇപ്പോൾ ആപ്പിൾ ആണെങ്കിലോ അല്ലെങ്കിൽ ഇപ്പോൾ മുറുക്ക് അല്ലെങ്കിൽ ചിപ്സ് ചില സ്നാക്സ് ഐറ്റംസ് ഒക്കെ തന്നെ നമുക്ക് ഇപ്പോൾ എള്ളുണ്ട പോലെയുള്ള വസ്തുക്കൾ, അപ്പോൾ അതൊക്കെ തന്നെ നമുക്ക് കടിക്കാനായിട്ട് കുറേ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ ആ ഒരു കമ്പി ഇട്ടിരിക്കുന്ന ഒരു സമയത്ത് അത് ചിലപ്പോൾ 1.5 വർഷമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അത്രയും നാൾ ഇത്തരത്തിലുള്ള ഫുഡ് അവോയ്ഡ് ചെയ്യേണ്ടതായിട്ട് വരും. അതൊരു കാര്യമാണ്. മറ്റൊന്നെന്ന് പറയുന്നത് നമുക്ക് ചിരിക്കുമ്പോൾ തന്നെ ഈ ഒരു മുത്തുകൾ കാണുന്നു എന്നൊരു അഭംഗിയുണ്ട്. അപ്പോൾ പലപ്പോഴും ഈ ആൾക്കാർക്ക് ഇപ്പോൾ ഒരുപാട് ഈ ഒരു മീഡിയയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിലും ഒക്കെ തന്നെയും അല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ തന്നെ ഇപ്പോൾ അതല്ല ചില ആൾക്കാരെന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ഫംഗ്ഷന് മുന്നോടിയായിട്ട് ഇപ്പോൾ ഒരു കല്യാണത്തിനൊക്കെ മുന്നോടിയായിട്ടായിരിക്കും ഈ ഒരു പല്ല് ഒന്ന് ക്രമീകരിക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ആ ഫോട്ടോയിലൊക്കെ നമുക്ക് ഈ ബ്രേസസ് കാണും എന്നുള്ളതാണ്. അപ്പോൾ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇൻവിസലൈൻ ആകുമ്പോഴത്തേക്കും ഒട്ടും തന്നെ നമുക്കിത് ഇങ്ങനെ ഒരു അപ്ലയൻസ് ധരിച്ചിട്ടുണ്ടെന്ന് തന്നെ അറിയത്തുപോലുമില്ല. അപ്പോൾ ഏറ്റവും അടുത്ത് വന്നാൽ തന്നെ അത് ഡെന്റിസ്റ്റുമാർക്കാണ് കുറച്ചും കൂടി പെട്ടെന്നത് മനസ്സിലാകുന്നത്. നോർമൽ ഒരാളിന് പെട്ടെന്ന് നമ്മൾ പറഞ്ഞാൽ തന്നെ അത്രയും സൂക്ഷിച്ച് നോക്കിയാൽ മാത്രമേ മനസ്സിലാവുള്ളൂ എന്നുള്ളതാണ്. പിന്നെ മറ്റതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ട്രീറ്റ്മെൻറ്റ് ടൈം നമുക്ക് നന്നായിട്ട് കുറയ്ക്കാൻ പറ്റും. ഇപ്പോൾ നോർമലി കൺവെൻഷനൽ ആയിട്ടുള്ള ബ്രേസസിന് ഒരു 1.5 വർഷം എടുക്കുകയെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ഒരു ഇൻവിസലൈൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ 4 മാസം കൊണ്ടോ ചിലപ്പോൾ 6 മാസം കൊണ്ടോ നമുക്കതിനെ കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു കൺവെൻഷനൽ ആയിട്ടുള്ള ബ്രേസസിന് പകരമായിട്ട് കൊടുക്കാൻ പറ്റാവുന്ന ഏറ്റവും മികച്ച ഒരു നൂതന ദന്തക്രമീകരണ ഉപാധിയാണ് ഇൻവിസലൈൻ. ഒരു സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു ഇൻവിസലൈൻ പ്രൊവൈഡറിൻ്റെ അടുത്ത് നിന്ന് മാത്രമേ നിങ്ങൾ ആ ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പാടുള്ളൂ. അത് എടുക്കുന്നത് വഴി നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ് നിങ്ങൾ എടുത്തതെന്ന് ഉറപ്പുവരുത്താനായിട്ട് സാധിക്കും. അത് അതിൻ്റെ പല രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട്. അത് ഏത് പ്രായത്തിലും നമുക്ക് ഇൻവിസലൈൻ കൊടുക്കാവുന്നതാണ്.
ഏറ്റവും ചെറിയ കുട്ടികൾക്ക്, അതായത് ഒരു തുടക്കത്തിൽ നമ്മളൊരു പീഡിയാട്രിക് ഏജിൽ കൊടുക്കുന്ന പറയുന്ന ഇൻവിസ് ഫസ്റ്റ് എന്നാണ്. അപ്പോൾ പല ആൾക്കാർക്ക്, പല കുട്ടികൾക്കുമൊക്കെ ഈ വിരലൂറുന്ന പോലെയുള്ള ചില ദുശ്ശീലങ്ങളുള്ള കുട്ടികളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്കും അത്തരത്തിലുള്ള ഹാബിറ്റ്സ്, അതുപോലെ എയർവേ സംബന്ധമായിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇൻവിസ് ഫസ്റ്റ് ഉപയോഗിക്കാവുന്നതാണ്. കുറച്ചുകൂടി ആ ഒരു വളരുന്ന ഘട്ടത്തിലുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കാനായിട്ട് നമുക്ക് ടീനേജ് കാലഘട്ടത്തിൽ ഉപയോഗിക്കുന്നതാണ് ഇൻവിസ്റ്റീൻ എന്ന് പറയാറുണ്ട്. അപ്പോൾ ഇൻവിസ്റ്റീൻ നമുക്ക് മറ്റൊരു പാക്കേജാണ്. അതുപോലെ തന്നെ അഡൾട്ടിൽ കോമൺ ആയിട്ട് നമ്മൾ ഇൻവിസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇൻവിസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള മറ്റുള്ള എല്ലാ ഒരു നോർമലി ഉള്ള ബ്രേസസ് ഉണ്ടാക്കുന്ന എല്ലാ പ്രശ്നങ്ങളെയും നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും. ഇത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 20 മണിക്കൂർ ദിവസവും ധരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ട്രീറ്റ്മെൻറ്റ് കുറച്ചുകൂടി ഫാസ്റ്റ് ആക്കാൻ പറ്റും. അപ്പോൾ ചില ആൾക്കാർക്ക് ചില ജോലിയുടെ ഭാഗമായിട്ടൊക്കെ ചിലപ്പോൾ അത്രയും സമയം ധരിക്കാൻ പറ്റിയെന്ന് വരില്ല. യൂഷ്വലി ഇത് വരുന്നതെന്ന് പറഞ്ഞാൽ സുതാര്യമായിട്ടുള്ള ട്രേസ് ആണ്. ആ ട്രേസ് എന്ന് പറയുന്നത് നമുക്ക് വായിൽ ധരിക്കാവുന്ന തരത്തിലുള്ള വളരെ നമ്മൾ നോർമലി ഫുഡ് ഗ്രേഡ് പ്ലാസ്റ്റിക് എന്ന് പറയുന്ന പോലെ നമുക്ക് ഒരു തരത്തിലുള്ള ഹാനികരമായിട്ടുള്ള പ്രശ്നമൊന്നും ഉണ്ടാക്കാത്ത BPA ഫ്രീ ആയിട്ടുള്ള പ്ലാസ്റ്റിക് നിർമ്മിതമായിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ അത് തന്നെ വളരെ കംഫർട്ടബിളും ആയിരിക്കും. പേഷ്യൻറ്റിന് തന്നെ നമുക്ക് അത് റിമൂവ് ചെയ്യാവുന്നതാണ്. കഴിക്കുന്ന സമയത്ത് നമുക്കത് ഊരി മാറ്റാവുന്നതാണ്. അതിനുശേഷം നമുക്ക് കൃത്യമായിട്ട് ഒന്ന് വൃത്തിയാക്കിയിട്ട് വീണ്ടും ധരിക്കാവുന്നതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളത് വെക്കുന്നതിന് വേണ്ടിയിട്ട് കോമ്പോസിറ്റ് പോലെ പല്ല് അടച്ചെടുക്കുന്ന കോമ്പോസിറ്റ് എന്ന് പറയുന്ന പദാർത്ഥം ഉപയോഗിച്ചുകൊണ്ട് അവിടെയായിട്ട് ചില പല്ലുകളിൽ അറ്റാച്ച്മെൻറ്റ്സ്, അത് ഡോക്ടറായിരിക്കും ആദ്യം ചെയ്തു തരുന്നത്, ഘടിപ്പിക്കുന്നുണ്ടാവും. ആ അറ്റാച്ച്മെൻറ്റ് നമുക്ക് കൃത്യമായിട്ട് ഈ ഒരു അലൈനർ കയറ്റി വെക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഓരോ അലൈനറിനും ധരിക്കാനായിട്ടുള്ള നിർദ്ദിഷ്ട കാലഘട്ടം ഉണ്ടാവും. അപ്പോൾ ഒരു അലൈനർ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു അപ്പർ ആൻഡ് ലോവർ സെറ്റ് ചില ആൾക്കാർക്ക് ഒരാഴ്ചയായിരിക്കും, ചില ആൾക്കാർക്ക് 2 ആഴ്ചയായിരിക്കും. അപ്പോൾ അത് ധരിച്ചതിന് ശേഷം അടുത്ത സെറ്റിലോട്ട് പോകാവുന്നതാണ്. അപ്പോൾ കൃത്യമായിട്ട് എല്ലാ ദിവസവും 20 മണിക്കൂർ ധരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരാഴ്ച കൊണ്ട് തന്നെ മാറ്റിയിട്ട് അടുത്ത സെറ്റിലോട്ട് പോകാം. അങ്ങനെ നമുക്ക് നോർമലി ഉള്ള ഇപ്പോൾ 20 സെറ്റാണെന്നുണ്ടെങ്കിൽ 20 ആഴ്ച കൊണ്ട് തന്നെ നമ്മുടെ ട്രീറ്റ്മെൻറ്റ്, അതായത് ഒരു 5 മാസം കൊണ്ട് നിങ്ങളുടെ കംപ്ലീറ്റ് ട്രീറ്റ്മെൻറ്റ് ഫിനിഷ് ആവുന്നതാണ്. അതാണ് മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. മറ്റൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് ഇത് മാറ്റാവുന്നത് വഴി അത് കൃത്യമായിട്ട് നമുക്കത് ക്ലീൻ ചെയ്ത് വെക്കാൻ സാധിക്കും. എന്തെങ്കിലുമൊക്കെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അത് മാറ്റിയതിന് ശേഷം തിരിച്ച് വീണ്ടും വൃത്തിയാക്കിയിട്ട് തിരികെ അവിടെ ധരിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. പിന്നെ ചുരുക്കം ചില ആൾക്കാരിൽ ചിലപ്പോൾ നമുക്ക് അവിടെ ചില പല്ലുകൾക്കിടയിൽ ഞെരുക്കം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പറയും IPR എന്ന് പറയും, അതായത് ഇൻ്റർ പ്രോക്സിമൽ റിഡക്ഷൻ. ചെറുതായിട്ടൊരു 0.5 മില്ലിമീറ്ററൊക്കെ ചെറുതായിട്ട് ചില പല്ലുകൾക്കിടയിൽ അല്പം ടൂത്ത് മെറ്റീരിയൽ റെഡ്യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. അവിടെ നമുക്ക് ഒരു ഫ്ലൂറൈഡ് ആപ്ലിക്കേഷൻ കൂടി കൊടുത്തു കഴിഞ്ഞാൽ ആ പല്ലുകൾക്ക് മറ്റു തരത്തിലുള്ള ഡാമേജുകളൊന്നും വരില്ല എന്ന് ഉറപ്പുവരുത്താൻ സാധിക്കും. അപ്പോൾ തീർത്തും നമ്മുടെ കൺവെൻഷണൽ ബ്രേസസിന് വളരെ പകരം വയ്ക്കാവുന്ന ഒരു മികച്ച ഒരു ആശയമാണ്, മികച്ച ഒരു ചികിത്സാ രീതിയാണ് ഇൻവിസലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു സർട്ടിഫൈഡ് ഇൻവിസലൈൻ പ്രൊവൈഡർ അടുത്ത് നിന്നും നിങ്ങൾക്ക് വേണ്ട മാർഗ്ഗനിർദ്ദേശങ്ങൾ തേടാനായിട്ട് ശ്രദ്ധിക്കുക. നമസ്കാരം.